ഗൈസ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു മല്ലു ബ്രോ വൺസ് അഗെയിൻ. അതെന്ന് തന്നെ പറയട്ടെ, ഇതൊരു ഇനീഷ്യൽ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള കുറച്ച് വീഡിയോസ് എന്തെങ്കിലും പ്രൊഫഷണലായിട്ട് ടൂൾസോ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സോ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തതല്ല. സോ നമ്മുടെ മനസ്സിനകത്തുള്ള ചിന്തകൾ അത് ഷെയർ ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൻ്റെ മാത്രമായിട്ടാണ് വീഡിയോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി സൗണ്ടിലും വീഡിയോയിലും കാണാം. ലെറ്റ്സ് സീ, ഹോപ്പ് ദി ബെസ്റ്റ്. നമുക്ക് പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരാമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. സോ ഒന്ന് രണ്ട് കാര്യങ്ങൾ പൊളിറ്റിക്കലായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഒരു പഴയ രീതിയിലുള്ള ഒരു നമ്മളൊക്കെ പഠിച്ചിരുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടല്ലോ, ഇന്ത്യൻ ഹിസ്റ്ററി, അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ സംശയ ധ്രുവീകരണം കൂടിയാണ്. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കേട്ടുവന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത എല്ലാ സേനാനികൾക്കും ആദരാഞ്ജലി അർപ്പിക്കുന്നു, വിത്ത് ഓൾ റെസ്പെക്റ്റ്. കുറച്ച് സംശയങ്ങൾ, കാരണം അതിനകത്ത് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ആയിട്ടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ളവരാണ് പങ്കെടുത്തതെന്നും അവരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തതെന്നും ബ്രിട്ടീഷുകാരെ ബൂട്ടുകൾക്കും ബ്രിട്ടീഷുകാരെ പട്ടാളത്തിനെ തോൽപ്പിച്ച് അവർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി തന്നു എന്നൊക്കെയാണ് നമ്മൾ കുഞ്ഞുനാളിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അതേ സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന BJPക്കോ RSSനോ ഇതിനകത്ത് യാതൊരു റോളില്ലാന്ന് മാത്രമല്ല, അതിനെ തുരങ്കം വയ്ക്കാൻ സഹായിച്ചവരാണ് അവരെന്നും അതിനാരൊക്കെയോ ചേർന്ന് മാപ്പ് എഴുതി കൊടുത്തുന്നു, ഷൂ നക്കിയെന്നൊക്കെയുള്ള കഥകളായിട്ട് പരിഹാസ്യ രൂപേണ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. സോ എനിക്കിപ്പോഴും ഉള്ളൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ PMCയെക്കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ചാണ്. ഇന്ത്യൻ പൊളിറ്റിക്സിൽ രണ്ട് വ്യക്തികളിങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഒന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ തന്നെ ഹോം മിനിസ്റ്റർ അമിത് ഷാജി. ഇവർ കഴിഞ്ഞൊരു 10-25 വർഷമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിന് ഇവരിങ്ങനെ കയ്യിലെടുക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളൊരു പ്രസ്ഥാനം ഇന്ത്യൻ ഭരണത്തെ കയ്യിലെടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ പണ്ട് ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ തോക്കിനും ബൂട്ടിനുമെതിരെ പോരാടി ജയിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അനുയായികളാണെന്ന് പറയുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മറ്റു പാർട്ടികളും എന്തേ ഈ രണ്ട് മനുഷ്യന്മാരെ മുന്നിൽ തോറ്റുപോയത്? ആശയപരമായിട്ടാണ് തോറ്റത്? എന്തുകൊണ്ട് തോറ്റു? ഇപ്പോഴും ഒരു 10-15 വർഷത്തേക്ക് ഒരു രീതിയിലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ BJP എന്നുള്ള പാർട്ടി ഇന്ത്യയിൽ വളരെ മുന്നോട്ട് പോകുന്നു. അതിന് മെയിൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് രീതിയാണ്. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ സമയത്ത് മാത്രം കുറച്ച് ഫണ്ട് ചെലവഴിച്ചിട്ട് കൊടിതോരണങ്ങളും മറ്റുമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഇലക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് എത്ര പരിഹാസങ്ങൾ നേരിട്ടാലും എത്ര പേര് ബലി നൽകേണ്ടി വന്നാലും 0 സീറ്റാണെങ്കിലും കഠിനമായിട്ട് പ്രയത്നിച്ച് അവർ വിജയക്കൊടി പാറിക്കുന്ന രീതിയാണ്. അതിൻ്റെ കൂടെ തന്നെ പ്രലോഭനങ്ങൾ നൽകിയിട്ട് മറ്റുള്ള പാർട്ടികളിൽ നിന്ന് ആൾക്കാരെ അടർത്തിക്കൊണ്ടുവരാൻ അവർക്ക് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇച്ചിരി ഭീഷണിയുടെ സ്വരത്തിലാണെങ്കിൽ പോലും മറ്റുള്ളവരെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. സോ ഓപ്പോസിഷൻ പാർട്ടികൾ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2029 ഇലക്ഷൻ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് 500-ൽ പരം സീറ്റുമായിട്ട് BJP വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ബംഗാൾ ഓൾമോസ്റ്റ് അവർ കയ്യിലേക്ക് എടുത്തു. തമിഴ്നാട്ടിലും സിസ്റ്റം ഏകദേശം DMK ADMK എല്ലാം കൂടെ TVK എന്നുള്ള രീതിയിലേക്ക് അതിനെയും അവർ കൊണ്ടുവന്നു. ശിവസേനയെ തകർക്കുന്നു. UP ഓൾറെഡി നല്ല മെജോറിറ്റി ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവിടെയുള്ള BSPൻ്റെ കാര്യം തീർന്നു. മറ്റുള്ള ചെറിയ പാർട്ടികൾ മുഴുവനായിട്ട് BJPയിലേക്ക് ചേർന്നു. ഇതൊക്കെ ചെയ്യുമ്പം ആശയപരമായിട്ടും പൊളിറ്റിക്കലായിട്ടും എന്തുകൊണ്ടോ ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പ്രവർത്തകർക്കോ പാർട്ടികൾക്കോ ഈ രണ്ട് വ്യക്തികളെ മുന്നിൽ തോറ്റുപോകേണ്ടി വരുന്നു? ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ PMC എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ ടോപ്പിക് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് വളരെ ഘോരമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ പാതിവയിൽ അതിനുപേക്ഷിച്ചു, കോൺഗ്രസ്സുകാർ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നു, ലീഗ് പ്രവർത്തകർ അതിനു വേണ്ടി ന്യായീകരിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ്? സോ PMC വഴി കേരളത്തിലും ഇന്ത്യയിലും RSS ഐഡിയോളജിയുള്ള സബ്ജക്റ്റ് പിള്ളേരെ പഠിപ്പിക്കുന്നുള്ള പേടിയിലാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്?
അങ്ങനെയാണെങ്കിൽ ഇതിന് മുന്നേയുള്ള ഭരണകൂടങ്ങൾ, കോൺഗ്രസ് ആയിരുന്നു 40-45 വർഷം ഇന്ത്യ ഭരിച്ചത്. അപ്പോൾ അവർക്കനുസൃതമായിട്ടുള്ള ഐഡിയോളജിയുള്ള സബ്ജക്റ്റുകൾ മാത്രമാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. അവർ പഠിപ്പിച്ച കാര്യങ്ങൾ മുഴുവൻ സത്യമാണ്. കാരണം ഇവർ ഭയക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയംശ്രീ വഴി RSS ഐഡിയോളജിയുള്ള സബ്ജക്റ്റുകളും ടോപ്പിക്കുകളും നമ്മുടെ സ്കൂളുകളിൽ എത്തുന്നുള്ള ഭയത്തിലാണെങ്കിൽ കോൺഗ്രസ് ഇതിനു മുന്നേ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? കോൺഗ്രസ്സിന് അനുകൂലമായിട്ടുള്ള കെട്ടുകഥകൾ മാത്രമാണ് ചെറുപ്പത്തിൽ നമ്മളെ പേടിപ്പിച്ചത്. കാരണം ഇപ്പോഴത്തെ റിയാലിറ്റി വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് 2 വ്യക്തികൾക്ക് മുന്നിൽ ഒരു പ്രസ്ഥാനം മുഴുവനായിട്ട് തോറ്റുപോകുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സാമ്പത്തിക ശേഷി കുറവാണോ, ആശയപരമായിട്ടുള്ള ദാരിദ്ര്യമാണോ, അല്ലെങ്കിൽ എന്താണ്? അത് അറിയാനുള്ള ആകാംക്ഷയോട് കൂടിയിട്ട് 2029 ഇലക്ഷനെ കാത്തിരിക്കുന്നു. സോ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്, ജയ് ഹിന്ദ്.